അവസാന അരമണിക്കൂറിലെ വിവരങ്ങൾ സജോ. വിജയകുമാർ, കണ്ണൂർ നഗരമാകെ ആവേശക്കടൽ, അക്ഷരാർത്ഥത്തിൽ തന്നെ ആവേശക്കടൽ എന്ന് നിസ്സംശയം പറയാം. ഞാൻ ഉള്ളതിപ്പോൾ UDF ക്യാമ്പിനൊപ്പമാണ്. രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിലായി LDF-ന്റെയും UDF-ന്റെയും റാലി പുരോഗമിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മത്സരത്തിന്റെ ആവേശം, ചൂരും ആവേശവും ഒക്കെ ഇതിൽ പ്രകടമാണ്. നമുക്ക് ഈ ആളുകളുടെ വലിയ സാന്നിധ്യം, നഗരത്തിൽ എമ്പാടും ആളുകളുടെ വലിയ സാന്നിധ്യമുണ്ട് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. വലിയ തോതിൽ, അതായത് ഈ മത്സരത്തിന് കെ സുധാകരൻ എന്ന സ്ഥാനാർത്ഥിയും കണ്ണൂരിലെ പാർട്ടിയുടെ അമരക്കാരനായ കെ സുധാകരൻ KPCC-യുടെ അധ്യക്ഷൻ കെ സുധാകരൻ മത്സര രംഗത്ത് എതിർത്ത നമ്മളോടൊപ്പം കെ സുധാകരൻ തന്നെ നിങ്ങൾ ഈ അടുത്ത കാലമറ്റം ഇങ്ങനെ ഒരു ജനതയെ കണ്ടിനോ? ഒരു തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് ഇതുപോലെ തിളച്ചു മറിയുന്ന യുവത്വവും അതിന് ഏറ്റവും പ്രായം ചെന്ന ആളുകൾ മുതൽ കുട്ടികൾ വരെ, ചെറിയ കുട്ടികൾ വരെ കണ്ടില്ലേ? കുട്ടികൾ എനിക്ക് ആലത്തൂരിൽ രമ്യ ഹരിദാസിനൊപ്പം തെലങ്കാന ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഡെപ്യൂട്ടി ഉപമുഖ്യമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. ആലത്തൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അവിടെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനൊപ്പം തെലങ്കാന ഉപമുഖ്യമന്ത്രി കൂടി റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സീതക്ക എന്ന് പ്രവർത്തകർ വിളിക്കുന്ന വനിതാ നേതാവാണെന്ന് തോന്നുന്നു അല്ലേ ശ്യാമ? സീതക്കയാണോ പങ്കെടുക്കുന്നത്? പ്രവർത്തകരുടെ സീതക്ക? അല്ല വിജയകുമാർ, ദീപക് സീതക്കയല്ല പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആന്ധ്ര ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അർജുൻ എന്ന് പറയുന്ന ഒരു നേതാവാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് ഇപ്പോൾ LDF UDF പ്രവർത്തകർ മുഖാമുഖം നിന്നുകൊണ്ട് പ്രചരണം അതിന്റെ കലാശക്കൊട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പടക്കങ്ങൾ പൊട്ടിച്ചൊക്കെയാണ് ഇവിടുത്തെ ആഘോഷം. വിഷു കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ പടക്കങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. രണ്ട് വശത്തും മത്സരിച്ചാണ് പടക്കങ്ങൾ പൊട്ടിച്ച് കമ്പിച്ചിരി കത്തിച്ചുമൊക്കെ ആഘോഷങ്ങൾ വലിയ രീതിയിൽ കലാശക്കൊട്ട് കൊണ്ടുവരുന്നത്. ഏതായാലും രമ്യ ഹരിദാസും UDF പ്രവർത്തകരും നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നു. മറുവശത്ത് തന്നെ LDF-ന്റെ പ്രവർത്തകർ വന്നിരിക്കുന്നു. നേരത്തെ ഇവർ മുഖാമുഖം വന്നപ്പോൾ പോലീസാണ് ഇടപെട്ടവരെ രണ്ടു വശത്തേക്ക് മാറ്റിയത്. ഉരുണ്ടുകൂടുന്ന ആകാശത്തിന് കീഴെ പേരൂർക്കടയിൽ ആവേശം അല തല്ലുന്നു എന്ന ഉള്ള ഒരു മഴമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ടോ? ആകാശ ദൃശ്യങ്ങളുടെ സ്പെഷ്യലിസ്റ്റ്. അത് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സൂചനയാണ്. രാഷ്ട്രീയ കാർമേഘമാണ്. പെരുമഴ പെയ്താണ്. BJP സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു ട്രെയിനിന് മുകളിൽ ഇപ്പോഴും. ഡോക്ടർ തരൂർ ഒരു ട്രെയിനിൽ, രാജീവ് ചന്ദ്രശേഖർ വേറെ ഒരു ട്രെയിനിൽ പങ്കൻ, പക്ഷേ ട്രെയിനിൽ കയറിയിട്ടൊന്നുമില്ല. പക്ഷേ പന്യൻ വലിയ വർക്കിംഗ് ക്ലാസ് ഹീറോ. അതെ, വർക്കിംഗ് ക്ലാസ് ഹീറോ ആണ് പന്യൻ. അത് കാരണം അവിടെ താഴെ വർക്കിംഗ് ക്ലാസിനൊപ്പം പ്രേക്ഷകരെ, ഈ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന ആകാശ ചരിവിൽ ഇതാ വിവിധ സ്ഥാനാർത്ഥികൾ ആവശ്യം. ശൈലജ ടീച്ചറാണ് ഇപ്പോൾ കാണുന്നത്. ഷാബി പറമ്പിലും അവിടെ എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങൾ പ്രിയപ്പെട്ടവരെ, ചാലക്കുടിയിൽ പ്രൊഫസർ രവീന്ദ്രനാഥിന്റെ ആവേശം നിറഞ്ഞ കുട്ടിക്കലാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ ഗോൾഡൻ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ കറങ്ങുന്ന ബലൂണ്, എല്ലാ പാർട്ടിയുടെ പതാകകളെല്ലാം ചാലക്കുടിയിൽ അശ്വിൻ പാലാഴി ചാലക്കുടി ചെയ്യുന്നുണ്ട്. അശ്വിൻ, ചാലക്കുടിയിൽ എന്താണ്, എത്രത്തോളം ആവേശം? ഇനിയിപ്പോ അരമണിക്കൂറിൽ താഴെ മാത്രമേ ഉള്ളൂ, 25 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പാലാഴി കേൾക്കാവോ? വലിയ ആവേശമാണുള്ളത്. കഴിഞ്ഞ പറഞ്ഞോളൂ ലക്ഷ്മി. അവസാന മണിക്കൂറുകളിൽ ചാലക്കുടിയിൽ വലിയ ആവേശമാണുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി മണ്ഡലത്തിൽ അങ്കമാലിയിലാണ്. അങ്കമാലിയിൽ LDF-ന്റെയും NDA-യുടെയും സ്ഥാനാർത്ഥികളാണ് കൊട്ടിക്കലാശത്തിന് നേരിട്ടെത്തിയിരിക്കുന്നത്. പ്രൊഫസർ T. രവീന്ദ്രനാഥ് ഈ പ്രവർത്തകർക്കൊപ്പം നേരിട്ട് അവർക്കൊപ്പം കളത്തിലിറങ്ങിയുള്ള പരിപാടികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഒപ്പം മറു സൈഡിൽ NDA-യുടെ സ്ഥാനാർത്ഥി K. ഉണ്ണികൃഷ്ണനുണ്ട്.
ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നത് ചാലക്കുടിയിലാണ്. എന്തായാലും വലിയ ആവേശമാണ് ഈ അവസാന മണിക്കൂറിൽ, പ്രത്യേകിച്ച് LDF ക്യാമ്പിൽ വലിയ ആവേശമുണർത്തുന്ന ആവേശത്തോടു കൂടിയുള്ള ഒരു കൊട്ടിക്കലാശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പ്രത്യേകിച്ച് വിജയപ്രതീക്ഷ ഏറെ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് LDFനെ സംബന്ധിച്ച് ചാലക്കുടി. അതുകൊണ്ട് തന്നെ സർവ്വസന്നാഹവും സംഘടനാ സംവിധാനത്തിന്റെ സർവ്വസന്നാഹവും പുറത്തിറക്കിക്കൊണ്ടുള്ള പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളാണ് LDFനെ സംബന്ധിച്ച് പുരോഗമിക്കുന്നത്. മറുസൈഡിൽ UDF ഒരു വിജയം. കൊട്ടിക്കലാശം അവസാനിക്കാൻ വെറും 15 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ വടകരയിൽ കൊട്ടിക്കലാശം അതിന്റെ ആവേശത്തിൽ കടന്നു കഴിഞ്ഞു. ആവേശം അലതല്ലുന്ന വടകരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രവചനം അസാധ്യമായ മണ്ഡലത്തിന്റെ ഏറ്റവും അവസാനത്തെ പോരിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വിജയകുമാർ, നമ്മൾ കേരളത്തിൽ എവിടെ നോക്കിയാലും ഈ ദൃശ്യങ്ങളാണ്. തൃശ്ശൂരിലേക്കാണ്. പിന്നെ പേരൂർക്കട തന്നെ രാവിലെ മുതൽ തന്നെ പേരൂർക്കട തന്നെയാണ് എനിക്ക് തോന്നുന്നു ആവേശത്തിന് തലസ്ഥാനമായി നിൽക്കുന്നത്. തരൂർ ഇപ്പോഴും ക്രെയിൻ്റെ മുകളിൽ തന്നെയാണ്. അച്ചൂമ്മൻ ക്രെയിൻ്റെ കൂടെയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു ക്രെയിനിൽ അപ്പുറ സൈഡിലുണ്ട്. എന്തായാലും ഒരു ശക്തി പ്രകടനം എന്ന് പറഞ്ഞാൽ നേർക്കുനേർ പോരാട്ടം, ഞങ്ങൾക്കാണ് കൂടുതൽ ശക്തി, അല്ല ഞങ്ങൾക്കാണ് കൂടുതൽ ശക്തി എന്ന രാഷ്ട്രീയ സന്ദേശം അവിടുത്തെ വോട്ടർമാർക്ക് നൽകുന്ന രീതിയിൽ ശക്തി പ്രകടനം തന്നെയാകുന്നു പേരൂർക്കടയിലെ തിരുവനന്തപുരത്തെ 3 മുന്നണികളിലെ കൊട്ടിക്കലാശം അങ്ങനെ കൊട്ടിക്കയറി എന്താണ് ആവേശത്തോളം ആകാശത്തോളം ആവേശമാണ് അവിടെ. ആവേശത്തിന്റെ ആകാശത്ത് മലവേങ്ങളുണ്ടെങ്കിൽ ഒരു താഴെ തീയാണ്, താഴെ ആവേശത്തിന്റെ തീ, ആവേശത്തീ. പേരൂർക്കരുടെ ആകാശത്തും താഴെ ജനമനുഷ്യ മഹാസാഗരം ഇരമ്പുന്നു. ഇരുമ്പുന്ന കടലായി ജനങ്ങൾ മാറുന്നു. ജനാരവം കൊണ്ട് പേരൂർക്കട സമ്പന്നമാകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിനി അടുത്ത മണ്ഡലത്തിലേക്ക്. ഈ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നത് അല്ലെ, ആകാശത്തേക്ക് ആവേശത്തിന്റെ കൈകൾ ഉയർത്തി അവിടുത്തെ പ്രവർത്തകർ, വ്യത്യസ്ത പാർട്ടികളുടെ പ്രവർത്തകർ ഇപ്പോൾ ഈ മത്സരത്തിന്റെ മുഴുവൻ ആവേശവും കൈകളിൽ ഉയർത്തി കാട്ടി പ്രേക്ഷകരോട് സംസാരിക്കുന്നു. ഒരു ദിവസം കൂടി കഴിയുമ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് ഇവരെല്ലാം നീങ്ങുകയാണ്. തൃശ്ശൂർ എന്നുള്ള ആവേശമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. തെരുവുകളിൽ പകൽപൂരം, ആവേശപൂരം, കേരളം ഒന്നാകെ രാഷ്ട്രീയ പൂരം. ക്രെയിനിൽ മുകളിലേക്ക് ഉയരുകയാണ് തരൂർ. എനിക്ക് വീട് വഴി ഇറങ്ങി പോകും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഏറ്റവും ആവേശം നിറഞ്ഞ കാഴ്ചകൾ കാണുന്നത് ഇത് തൃശ്ശൂരിലാണോ എന്ന്. അങ്കമാലി എന്നുള്ള ദൃശ്യങ്ങളാണ്. നമുക്കൊരു കാര്യം ചെയ്യാലോ, നമ്മുടെ തൊണ്ടയ്ക്ക് ഇത്തിരി വിശ്രമം കൊടുത്താലോ. ഇപ്പോൾ യഥാർത്ഥ ഇവിടെ താളം ഇത്തിരി ഉച്ചത്തിലായിക്കോട്ടെ. ആവേശം പ്രകടിപ്പിക്കുകയാണ് ചാലക്കുടിയിലെ LDF, UDF, NDS തൃശ്ശൂർ വീണ്ടും ചാലക്കുടി തൃശ്ശൂർ മാറി വരികയാണ്. ചാലക്കുടി തൃശ്ശൂർ മാറി വരികയാണ്. SK 24,000 പ്രേക്ഷകർ കാലഘട്ടത്തിലേക്ക് കടക്കാൻ ഇനി അല്പസമയം മാത്രം മതി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഉപഗ്രഹം വഴി, നമ്മുടെ ടെലിവിഷൻ വഴിയൊക്കെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ലോകമെമ്പാടും ഈ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്നുള്ള ദൃശ്യമാണ്. വി ജോയിയാണ് കാണുന്നത്. LDF സ്ഥാനാർത്ഥി വി ജോയിയുടെ കൊട്ടിക്കലാശത്തിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള നിമിഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആറ്റിങ്ങൽ എന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിജയകുമാർ, ആറ്റിങ്ങലിനെ കുറിച്ച് ഒരു വാചകം, ഒറ്റ വാചകം. ആറ്റിങ്ങലിൽ കടുത്ത പോരാട്ടമാണ്. എന്തും സംഭവിക്കാവുന്ന സ്ഥലമാണ് ആറ്റിങ്ങൽ എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നു. ഏറ്റവും വലിയൊരു ജനാരവം, ജനനിബിഡമായിരിക്കുന്നു ആറ്റിങ്ങൽ. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ മുഴുവൻ കേന്ദ്രങ്ങളും ജനനിബിഡമാണ്. ഏതെടുത്താലും അത് നമ്മൾ ഈ പറയുന്ന പോലെ മനുഷ്യ മഹാസമുദ്രം എന്ന് പറയാവുന്ന മട്ടിലേക്ക് അതങ്ങ് വടക്ക് തൊട്ട് തെക്ക് വരെയും എല്ലായിടത്തും പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വീണ്ടും എനിക്ക് പേരൂർക്കട എന്നുള്ള ദൃശ്യങ്ങളാണ്. താഴേക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അതെ, അത് എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. വടകര എന്നുള്ള ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടം പേരൂർക്കടയും വടകരയാണെന്ന് തോന്നുന്നു. ഈ
കലാശക്കുട്ടി മലപ്പുറം. എന്തായാലും ധർമ്മത്തെ വിളിച്ചപ്പോൾ ലോകരാർക്കാവിൽ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് കളരി പരമ്പര ദൈവങ്ങളാണ് തൃശ്ശൂർ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി പൂരത്തിന് ഏത് രീതിയിലാണോ പൂരത്തിന് ഏത് രീതിയിലാണ് അവർ ആഘോഷിക്കുന്നത് അതേപോലെ തന്നെ എറണാകുളത്ത് ഷൈൻ ടീച്ചർ LDF ഷൈൻ ടീച്ചർ കൊച്ചി സിറ്റി മേയർ കൊച്ചി മേയറും അല്ലേ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിക്ക് ഇപ്പൊ കൊച്ചി സിറ്റി മേയർ അവിടെ ഒരിടത്തും ആവേശത്തിന് ഒരു തരിമ്പ് കുറവ് എവിടെ പേരുക്കടയിൽ ആകാശത്തോളം ബലൂണുകൾ വലിയ ബലൂണുകൾ വർണ്ണ ബലൂണുകൾ വർണ്ണക്കൊടികൾ അവരുടെ പതാകകൾ വലിയ വലിയ ഫ്ലെക്സുകൾ ശക്തിപ്രകടനത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാകുന്നു പേരുക്കട രാവിലെ മുതൽ തന്നെ ആവേശം കൊടുകയറി തുടങ്ങി അതിങ്ങനെ കൊടുകയറി അതിന്റെ പരമാവധിയിലേക്ക് നമുക്ക് കാണാൻ കഴിയും. വി മുരളീധരൻ അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ കലാശക്കൊടിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നല്ലേ പ്രവർത്തകരുമായിട്ടൊക്കെ അനുജ രാജേഷ് ഉണ്ട്. അനുജ അവിടെ എന്താണ് സംഭവിക്കുന്നത് അനുജ ഇപ്പോൾ വളരെ പെട്ടെന്ന് സമയം വളരെ കുറവ് ഇവിടെ വലിയ ആവേശമാണ്. ആറ്റിങ്ങൽ എന്നുള്ളത് പോരാട്ട ഭൂമികയാണ്. പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ കെട്ടിക്കാൻ വേണ്ടി വലിയ പോരാട്ടം നടന്ന ഭൂമികയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര സൗഹാർദ്ദത്തോടെയാണ് മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകരുടെ ഒരേ പോയിന്റിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അവിടെ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ ഒരു ഒരു മനോഭാവത്തോടെ സൗഹൃദത്തോടു കൂടി എല്ലാവരും സ്നേഹത്തോടു കൂടി നിൽക്കുന്നു. അത് മാതൃകയാക്കണമെന്ന് പറഞ്ഞു വരികയായിരുന്നു അനുജ. എന്തായാലും ആറ്റിങ്ങലിൽ സുരേഷ് ഗോപിയുടെ റൗണ്ടിലേക്ക് എത്തുകയാണെന്ന് തോന്നുന്നു. മൂന്ന് പേർക്കും അവിടെ പ്രത്യേകം സൗകര്യമൊരുക്കിയിരുന്നു. അവിടെ LDF UDF BJP എന്ന മട്ടിൽ പ്രചാരണം ഏറ്റവും നന്നായി ക്രൗഡ് മാനേജ്മെന്റ് തൃശ്ശൂരാണ്. അവിടെ ഓരോ ഓരോ സ്ഥലം വളരെ ദൂരത്തിലുള്ള കാഴ്ച ഉറപ്പുവരുത്താൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. കണ്ണട അതോ നമ്മുടെ കൊല്ലത്തെ LDF സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂർക്കാർ വളരെ സമാധാന കാംക്ഷികളാണ്. വടകരയിൽ ശൈലജയുടെ പ്രചാരണ പരിപാടികളിൽ നേതാവ് പ്രസംഗിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. കാരായി ചന്ദ്രശേഖർ രാജനാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ ഡാൻസിന്റെ ആംബിയൻസ് കളിച്ചു കൊടുക്കാം. ആംബിയൻസ് ഫ്രീ. കൊല്ലത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്ന് പോകണം. ഇനി വടക്കൻ കേരളത്തിൽ എന്ത് സംഭവിക്കുന്ന അറിയാൻ അങ്ങോട്ട് കൂടി പോയാൽ നന്നായി. ചെറിയ തർക്കം LDF UDF പ്രവർത്തകർ തമ്മിലുണ്ട്. തിരുവനന്തപുരത്തെ പാറശാലയിൽ LDF BJP പ്രവർത്തകർ നേർക്കുനേർ. അവിടെ പ്രദേശത്ത് സംഘർഷ സാധ്യത. ഇപ്പോൾ തൃശ്ശൂരാണ് സുരേഷ് ഗോപി. എറണാകുളത്ത് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കൊച്ചിയുടെ മേയറും ഉണ്ട്, അനിൽകുമാറും ഉണ്ട്. ഇപ്പോൾ ചെമ്പരന്റെ നീ എത്ര ഇത് നമ്മൾ കണ്ടിട്ടില്ലാത്ത മാമാങ്കമാണ്. എല്ലായിടത്തും ഓരോ ക്രെയിനും കൂടി ഉണ്ടാവും. നാടും നഗരം ഉണർന്ന കൊല്ലം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് തോന്നുന്നു UDF LDF സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന അല്ലേ? അവിടെ വലിയ മത്സരമല്ലേ? ചലച്ചിത്ര താരങ്ങൾ ഏറ്റുമുട്ടുന്ന കൊല്ലം. അരുൺരാജ് തയ്യാറാകുന്നുണ്ട്. അരുണ കേൾക്കാമെങ്കിൽ എന്താണ് കൊല്ലത്തെ ഈ ഏതാണ്ട് 17 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ കൊല്ലത്തെ വിവരങ്ങൾ? അരുൺ, അവസാന നിമിഷമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുകേഷ് പറയൂ. കൊല്ലത്തെ അക്ഷരാർത്ഥത്തിൽ ആവേശം അതിന്റെ കൊടുമുടിയിലേക്ക് എത്തുകയാണ്. അവസാന നിമിഷം
അവരവരുടെ കരുത്ത് തെളിയിക്കാൻ എല്ലാ മുന്നണികളും പരസ്പരം ഈ പോരാട്ടത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നടൻ മുകേഷ്, ധനാധിപ മന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവർ അവസാന നിമിഷം ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. ട്രെയിനിലാണ് BJP സ്ഥാനാർത്ഥിയുടെ പ്രചരണം. ട്രെയിനിൽ BJP അതിന്റെ പ്രകടനം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കൊല്ലം ചിന്നക്കടയിൽ ആവേശം അങ്ങനെ അനുഭവിക്കുകയാണ്. വലതുവശത്ത് ഇലക്ട്രിക് കമ്പികൾ പോകുന്ന സ്ഥാനാർത്ഥിയോട് പറയും അല്പം താഴേക്ക് ഇറങ്ങി പ്രവർത്തിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഒരു പൊടിക്ക് താഴെ KSEB ഈ ദിവസം ലൈനുകളൊക്കെ ഓഫ് ചെയ്യുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ KSEB ശ്രദ്ധിക്കാൻ കൊല്ലത്തെ ലൈൻ ചിന്നക്കടയിലെ ലൈൻ പെട്ടെന്ന് ഓഫ് ചെയ്തേക്കൂ. ആള് KSEB അല്ലേ? മനസ്സിൽ കാണുന്നവർ മനസ്സ് കണ്ടു കാണും. കൊല്ലത്ത് NK പ്രേമചന്ദ്രന്റെ വലിയ കൂറ്റൻ ഫ്ലക്സുകൾ കട്ടൗട്ടുകൾ ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ ഇത് വടകരയാണോ? അല്ല, വടകര വടകരയാണോ? അല്ലല്ല, തൃശ്ശൂർ. അയ്യോ, തൃശ്ശൂർ. നല്ല കൃത്യമായിട്ട് വേലിയിട്ട് അവിടെ എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏറ്റവും നന്നായിട്ട് തിരിച്ചിരിക്കുന്ന അവിടെ തന്നെയാണ്. നേരത്തെ ഉള്ള അനുഭവം പോലീസിന് നല്ല ഓർമ്മയിലുണ്ട്. അവിടെ പൊട്ടുന്നു, അവിടെ പടപടാ പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. നമുക്ക് പെട്ടെന്ന് ഇനിയിപ്പോൾ വെറും 14 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ കൊട്ടിക്കലാശത്തിന്റെ ക്ലൈമാക്സിലേക്ക് കയറുന്ന ഈ വേളയിൽ മറ്റുള്ള മണ്ഡലങ്ങളിലെല്ലാം ഓട്ട പ്രദക്ഷിണം നടത്തി നമുക്ക് തിരിച്ചു വരണം. നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് വളരെ വേഗം ഒന്ന് പോയാൽ നന്നായിരുന്നു. വടക്കൻ കേരളത്തിലേക്ക് പോകാത്ത മണ്ഡലങ്ങൾ വടകര, കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ, എറണാകുളം, അങ്കമാലി ഇല്ല അല്ലേ? എന്തായാലും എവിടെയാണെങ്കിലും വലിയ ആവേശം, എവിടെയാണെങ്കിലും വടകരയാണെങ്കിലും പേരോർക്കരയാണെങ്കിലും തെക്കും വടക്കും നടുക്കും വ്യത്യാസമില്ലാതെ ആലപ്പുഴ KC വേണുഗോപാൽ എന്തോ പ്രേക്ഷകരെ അല്ല അവിടെ സംബോധന ചെയ്തു. സമയപരിമിതി കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. എന്തായാലും ആലപ്പുഴയിലും കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. കുട്ടിക്കലാശത്തിന്റെ ക്ലൈമാക്സിലേക്ക് കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ 27,000-ലേക്കൊക്കെ ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ സ്റ്റാർ അവതാരകൻ TK റീജിത്ത് പാവങ്ങളുടെ ഇത് സിനിമാ താരം മമ്മൂട്ടിയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, നമ്മുടെ സ്വന്തം മമ്മൂട്ടിയെ കുറിച്ചാണ്. ഓക്കെ, TK റീജിത്ത് എന്താണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്? പറയൂ. വലിയ രീതിയിലുള്ള ആവേശം ഇവിടെ ആലപ്പുഴയിൽ കാണാൻ കഴിയുന്നു. UDFന്റെ കൊട്ടിക്കലാശത്തിന്റെ പോയിന്റിലാണ് ഞാനുള്ളത്. അല്പസമയം മുമ്പാണ് KC വേണുഗോപാൽ ഇവിടേക്ക് എത്തിയത്. പ്രവർത്തകരിൽ ആവേശം നിറച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള സ്വീകരണം KC വേണുഗോപാലിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ മണ്ഡലത്തിലേക്കുള്ള വരവോടുകൂടി തന്നെ KCയുടെ വരവോടുകൂടി തന്നെ ജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് UDF ക്യാമ്പ്. കഴിഞ്ഞ തവണ UDF ഫ്രണ്ടിൽ 19 മണ്ഡലങ്ങളും കൈവിട്ടുപോയപ്പോൾ LDFിനൊപ്പം നിന്ന ആലപ്പുഴയെ ഇത്തവണ തിരിച്ചിങ്ങെടുക്കും എന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല ആവേശം, നല്ല പറയൂ റീജിത്ത്. നമ്മൾ അടുത്ത മണ്ഡലത്തിലേക്ക് നീങ്ങുകയാണ്. കൃത്യം 10 മിനിറ്റ്. വെറും 12 എന്ത് വന്നാലും കുഴപ്പമില്ല. എന്തായാലും ആവേശം ആകാശത്തേക്ക് വളർന്നു, എല്ലാവിധ കൊടികളിൽ മാറുന്നു. ആവേശത്തിന്റെ കൊടികൾ മാറുകയാണ്. തൃശ്ശൂർ റൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കേരളത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാനുള്ള അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണിച്ചിട്ടുണ്ട്. മത്സരം ഉൾപ്പെടുന്ന മറ്റു മണ്ഡലങ്ങളിലെ കാഴ്ചകൾ കൂടി കാണിക്കാൻ PCR ആവശ്യപ്പെടും. PCR തൃശ്ശൂരിൽ കഴിഞ്ഞ ഒരു മാസം നീണ്ട വലിയ പ്രചരണത്തിന്റെ തൃശ്ശൂരിലെ അതിമനോഹരം സായാഹ്നപൂരം. ഇതൊരു സായാഹ്നപൂരം, ജനാധിപത്യ പൂരത്തിന്റെ മനോഹരമായ കാഴ്ച. ഇത് കേരളത്തിൽ മാത്രം കാണാൻ കഴിയുന്ന കാഴ്ച. ഈ ജനായത്ത മഹോത്സവത്തിന്റെ ഈ തിരക്ക്, ഈ ആൾപൂരം കേരളത്തിന്റെ മാത്രം സ്വന്തമാണ്, കേരളത്തിന് മാത്രം അഹങ്കാരം. തൃശ്ശൂരിന്റെ ആകാശ ദൃശ്യം കാണൂ പ്രേക്ഷകരെ. കൃത്യമായി ബാരിക്കേഡ് വെച്ച് തിരിച്ച് അവിടെ കൃത്യമായി ഇടുക്കി
ഹൈറേഞ്ച് ആവേശം, ആവേശത്തിന്റെ ഹൈറേഞ്ച്. അങ്ങനെ പോരാട്ടം ഹൈറേഞ്ചും ലോ റേഞ്ചും കിടക്കുന്ന ഇടുക്കിയിലെ ദൃശ്യങ്ങളാണിത്. ഇടുക്കിയിലെ പോരാട്ടത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ. അല്ല, കൊല്ലം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇനി 10 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പെട്ടെന്ന് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി നമുക്ക് ഈ കൊട്ടിക്കലാശം അവസാനിപ്പിച്ചേ പറ്റൂ. 6 മണിക്ക് കൊട്ടിക്കലാശം തീരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എവിടെ നിന്നുള്ള മഴ മഴയല്ല, നമ്മുടെ കണ്ണ് പറ്റുന്നില്ല. അയ്യോ, ഇരുണ്ടുകൂടിയ കാർമേഘങ്ങൾ മഴയിൽ കുതിർന്ന ആവേശമാണ്. ആ ആവേശത്തെ കെടുത്താൻ മഴയ്ക്കാവുന്നില്ല. ആ ആവേശത്തെ തരും പോലും കെടുത്താൻ ആ മഴയ്ക്കാവുന്നില്ല. പെരുമഴ പെയ്തിട്ടും പെരുമഴയിലും ആവേശം അതിന് വിടാതെ, ആവേശം തുള്ളി പോലും ചോരാതെ കട്ടക്ക് നിൽക്കാണ് പെരുക്കണ. രാവിലെ മുതൽ കണ്ടതാണ്. ആ സ്ഥാനാർത്ഥികൾ ക്രെയിനിൽ ഇറങ്ങിയോന്തോ അതോ മഴ നേരെയാണോ? മഴയെ പറ്റുമെങ്കിൽ ഈ ആവേശം ഒന്ന് കെടുത്തു. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇപ്പൊ യഥാർത്ഥത്തില് ഈ ക്രെയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് മഴ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അവിടെ മഴ കാര്യമായിട്ട് പെയ്യുന്നതാണ് മനസ്സിലാക്കുന്നത്. മഴയിൽ ആവേശം നിറഞ്ഞ, മഴയിൽ കുതിർന്ന ആ പ്രവർത്തകരുടെ ആവേശമാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഈ മഴ നമ്മൾ പ്രതീക്ഷിച്ചു. കാർമേഘങ്ങളിലെ ഇടുക്കിയിലേക്ക് നമ്മൾ പോകുന്നു. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ കൂടി നമുക്കൊപ്പം ചേർന്ന് തൊടുപുഴയിലാണ് ആവേശം നിറഞ്ഞ കാഴ്ച എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രാഹുൽ വിജയൻ അവിടെ ഇനി വെറും 9 മിനിറ്റിൽ മാത്രമേ ഉള്ളൂ. ആവേശം തൃശ്ശൂരിന്റെ ആകാശ കാഴ്ച, മനോഹരമായ കാഴ്ച, സായാഹ്നപൂരം, ജനാധിപത്യപൂരം. ഇതാണ് കാഴ്ച. അമ്പമ്പോ, വല്ലാത്ത ആവേശം. തൃശ്ശൂരിന്റെ ആകാശ കാഴ്ചയാണ്. കൃത്യമായി ബാരിക്കേഡ് തിരിച്ചുകൊണ്ട് സമചിത്തത പാലിച്ചുകൊണ്ട് 1 മാസം എന്തെന്നാണോ ആവേശം അതൊക്കെ പേരുക്കട മഴ നൃത്തം. അവിടെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്താണെങ്കിലും ആവേശം തരിമ്പ് പോലും ചോരാതെ അവിടെ മഴ നൃത്തം, ആവേശ നൃത്തം. ചൂടിനേക്കാൾ നനുത്ത മഴയാണ് നല്ലത്. ഉറപ്പായും തീർച്ചയായിട്ടും. 8 മിനിറ്റ് കൂടി പറയൂ രാഹുൽ. ഡീൻ കുര്യാക്കോസ് UDF സ്ഥാനാർത്ഥിയുടെ വാഹന റാലി അങ്ങോട്ടേക്ക് എത്തി. തൃശ്ശൂരിൽ കൊടികൾ കൊണ്ട് നിറയുന്നു തൃശ്ശൂർ റൗണ്ട്. കൊല്ലത്തെ കരുനാഗപ്പള്ളിയിൽ സംഘർഷം, 2 പോലീസുകാർക്ക് പരിക്ക്. പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ഈ പ്രചാരണം അവസാനിക്കുന്ന മിനിറ്റിൽ ഇത്തരത്തിലുള്ള സംഘർഷത്തിന്റെ വാർത്തകൾ കൂടി വരുന്നുണ്ട്. 8 മിനിറ്റ് പരസ്യം അണമുട്ടി ആവേശം അല്ലേ? തൃശ്ശൂർ എന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. തൃശ്ശൂരില് അണമുറിയാത്ത ആവേശം. സുരേഷ് ഗോപിയുടെ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്താലോ? സുരേഷ് ഗോപിയുടെ പരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും പോലെ നമുക്ക് അനുഭവപ്പെടുന്ന കാഴ്ചകളാണ് കാണുന്നത്. സുരേഷ് ഗോപിക്ക് മാത്രം പറ്റുന്ന സ്റ്റെപ്പാണ്. മാത്രമല്ല ശാസ്ത്രീയ നൃത്തം പഠിച്ച ഒരാളിനെ പോലെ അദ്ദേഹം നൃത്തം ചെയ്യുകയാണ് തൃശ്ശൂരിന്റെ മണ്ണിൽ. തൃശ്ശൂരിൽ എടുക്കുമെന്ന് തീരുമാനിച്ച് അങ്കക്കളത്തിൽ അല്ലെ ഇറങ്ങിയ ആളാണ് അദ്ദേഹം. പേരൂർക്കട അവിടെ പെരുമഴ പെയ്തപ്പോൾ ഒരാൾ പോലും മാറിയിട്ടില്ല. പെരുമഴയത്തും ആ ആൾക്കൂട്ടം കോരിച്ചൊരിയുന്ന പെരുമഴ ജനസമുദ്രത്തിലേക്ക് പെയ്തിറങ്ങുന്ന മഴ. പേരുക്കടയിൽ പെരുമഴ, ഇവിടെ ഡാൻസ്. പേരുക്കടയിൽ പെരുമഴ, സുരേഷ് ഗോപി ഡാൻസ് ഇപ്പുറത്ത്. ഇതുപോലൊരു ഡാൻസ് നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ NDA സ്ഥാനാർത്ഥിയൊക്കെ മഴയിൽ കുതിർന്ന് തീർച്ചയായിട്ടും എനിക്കൊന്ന് ഈ കൊടും ചൂടിനേക്കാൾ തൃശ്ശൂരിലെ ആവേശം, അണമുട്ടി ഒഴുകുന്ന ആവേശം. പ്രിയപ്പെട്ടവരെ, തൃശ്ശൂരിലെ പതാകകൾ പുതപ്പിക്കുന്നു. തൃശ്ശൂരിന്റെ ആകാശത്തെ നമുക്ക് ആ ആവേശമാണ് കാണുന്ന. പത്തനംതിട്ട തോമസ് ഐസക്കും അതുപോലെ ആരോഗ്യ കാഴ്ചകൾ പത്തനംതിട്ടയിൽ നിന്ന്. കല്ലേറിൽ CR മഹേഷ് MLA-ക്ക് പരിക്കുണ്ട്. കരുനാഗപ്പള്ളിയിൽ എനിക്ക് തോന്നുന്നു ഒരു മേഖലയാണെന്ന് തോന്നുന്നു. CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം. കല്ലേറിൽ CR മഹേഷ് MLA-ക്ക് പരിക്ക്. ക്രെയിനിന്റെ ഇതൊക്കെ വലിയ അപകടമാണ്. ഇലക്ട്രിക് കമ്പികൾ പോകുന്ന സ്ഥലത്തു നിന്നാണ് അല്ലെ ഇത്രയും കൊല്ലത്തിനുള്ള നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ കൊടുത്തതാണ്. ദയവേദ ക്രെയിനിന്റെ മണ്ടയിൽ കയറിയിരിക്കുന്ന പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നെങ്കിൽ അതിന് താഴേക്ക് ഇനി 6 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ ആകാശമേലാപ്പിൽ കേരളത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ആവേശം നിറഞ്ഞ കാഴ്ചകളുടെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കുന്നു. വിജയകുമാർ,
തൃശ്ശൂരാണോ എസ് കെ കോട്ടയം 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 എസ് കെ കോട്ടയമാണ് കോട്ടയം ചാലക്കുടിയാണോ എറണാകുളമാണോ എല്ലായിടം ഒരുപോലെ എന്ന് പറഞ്ഞ അങ്ങ് മുതൽ താഴെ വരെ മുകളിൽ മുതൽ താഴെ വരെ തീരദേശങ്ങൾ സമതലങ്ങൾ തീരദേശങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു പൊതുശ്രമം വെച്ചാലും ഓടാ, വേഗം എസ് കെ. PCR, വേഗം അടുത്ത ആറ്റിങ്ങൽ എസ് കെ 5 മിനിറ്റ് മാത്രം ബാക്കി 5 മിനിറ്റ് മാത്രം ബാക്കി പരസ്യപ്രചരണം അവസാനിക്കാൻ only 5 minutes. ഇത് എവിടെയാണെന്ന് പറയാമെങ്കിൽ ആശ്രമിക്ക് 100 രൂപ വന്നായി തൃശ്ശൂർ. പോയി തൃശ്ശൂരിൽ നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാണ്? ആറ്റിങ്ങലിലേക്കോ ചാലക്കുടിയിലേക്കോ മറ്റുള്ള ലക്ഷക്കണക്കിന് പ്രേക്ഷകർ നമ്മൾ കാണാതിരിക്കുന്നത് അവർ വിചാരിക്കുമ്പോൾ നമ്മുടെ കാര്യം എന്തോടെ പറയാത്തെ വണ്ടർഫുൾ ബംബാസ്റ്റിക് ബോംബ്ലാസ്റ്റിക് മെസ്മറൈസിംഗ് മാഗ്നിഫിഷ്യന്റ് എസ് കെ ഒരു നിവർത്തിയില്ല എസ് കെ കൊല്ലം കൊല്ലം ഇവിടൊക്കെ ആവേശ മഴയുള്ളൂ. പേരൂർക്കടയിൽ മാത്രമേ ഉള്ളൂ യഥാർത്ഥ മഴ. ബാക്കി ആവേശ മഴയാണ്. കൊല്ലത്തുള്ള വിഷ്വലാണ് കാണുന്നത്. കൊല്ലത്ത് മുകേഷിന്റെ ഒരു ഫ്ലക്സ് ബോർഡ് അല്ലേ, അതിനെ ആടി ഉലയുന്നു. പ്രവർത്തകർ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. ഓക്കെ നമ്മൾ അടുത്ത മണ്ഡലത്തിലേക്ക് വടകര ഒരു ഇംഗ്ലീഷ് പറയട്ടോ. വടകര ഈസ് പീപ്പിൾസ് കൺട്രി. കേരളമെമ്പാടും വർണ്ണമഴ, പേരുക്കടയിൽ പെരുമഴ, വർണ്ണമഴ, പെരുമഴ, വർണ്ണമഴ, മഴ പെയ്തൊഴിഞ്ഞു. ജനങ്ങൾ ആകാശത്തേക്ക് ഉയർത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ. താഴെ ഇറക്കൂ പറയുന്നുണ്ട്. തൃശ്ശൂരിന്റെ ആകാശത്ത് അവിടെ പതാകകൾ മാത്രമേ ഉള്ളൂ. കായാന്നപുരം അതൊരു കാഴ്ചയാണ്. വടകരയിൽ കടൽ, വടകര കടൽ, ചുവന്ന കടൽ പോലെ വടകര, ത്രിവർണ്ണ കടൽ പോലെ വടകര, വടകര കടലാകത്തോളം ആവേശം. വടകര അങ്ങനെ 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 3 പതാകകളുടെ ഒരു വൻ വടകര കടലാണ്. വടകര ടീച്ചറിന്റെ വടകര, ഒന്ന് ഷാഫി പറമ്പിന്റെ വടകര. ഒരാള് പറമ്പിൽ, ഒരാള് ടീച്ചർ അല്ലേ. ഓക്കെ, രണ്ടുപേരെയും വടകര നമ്മൾ കാണിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനി വെറും 3 മിനിറ്റ് 2 മിനിറ്റ് വടകര ഈ കഴിഞ്ഞ ഒരു മാസം 2 ബോക്സിലായിട്ട് ടീച്ചറിന്റെ വടകരയും ഷാഫിയുടെ വടകരയും അല്ലല്ല മറ്റേ NDA അത് ബാക്കി വെക്കണ്ട. ഈ കഴിഞ്ഞ 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ കുട്ടികളെ അവസാനിക്കാൻ. ആവേശം കൊട്ടി കയറുക. ആവേശം ആകാശത്തോളം 2 മിനിറ്റ്. ഈ കഴിഞ്ഞ ഒരു മാസം കേരളത്തിൽ വടകര വളരെ വേഗം നമ്മുടെ വേഗം അവിടെ പന്നിയനുണ്ട്, രാജീവ് ചന്ദ്രശേഖറുണ്ട്, പേരുടെയും തിരുവനന്തപുരമാണ് നമ്മൾ കാണിക്കുന്നത്. പേരുക്കടയിൽ നടക്കുന്ന ഈ കൊട്ടിക്കലാശം. തൃശ്ശൂരേക്ക് പോയാലോ? തൃശ്ശൂരേക്ക് മറ്റൊരു എൽ ക്ലാസിക്കോ നടക്കുന്ന 32,547 യൂട്യൂബിൽ കാത്തു നിൽക്കും നമ്മുടെ ലൈവ് പരിപാടി കാണാം. കണ്ണൂർ ഒന്നും നോക്കാനില്ല. സുരേഷ് ഗോപി ഡാൻസ് ഒക്കെ അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് മടങ്ങി തോന്നുന്നു. ഒറ്റ മിനിറ്റ്, ഒരേ മിനിറ്റ്. സുരേഷിനോട് മാത്രം സ്റ്റെപ്പാ, വേറെ ആർക്കും പറ്റത്തില്ല. സുരേഷിനോട് മാത്രം സ്റ്റെപ്പാ. കളിയാട്ടം അല്ലേ? അതെ ഒറ്റ ഒരേ ഒരു മിനിറ്റ്. ഒരേ ഒരു മിനിറ്റ്. വടകര കടൽ, പേരൂർക്കട കടൽ, പേരൂർക്കട കടൽ, വടകര കടൽ, തൃശ്ശൂർ കടൽ, ആവേശ കടൽ, രാഷ്ട്രീയ കടൽ. അയ്യോ, കടലോട് കടൽ, കടലോട് കടൽ, കേരള കടൽ.
ഓക്കെ. ഇതെവിടെ പേര് ഇത് വടകര ശൈലജ ടീച്ചർ വടകര അപ്പോൾ ഷാഫിയുടെ വടകര കഴിഞ്ഞ ഒരു മാസം ഈ പോയ ഒരു മാസം വടകര എത്രത്തോളം ആവേശമുണ്ടോ അതിനപ്പുറം ഇനി മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് നാളെ നിശ്ചിത പ്രചരണം എന്തായാലും കഴിഞ്ഞു. ഇപ്പൊ ഇനിയിപ്പോ 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇനി കടുത്ത നിയന്ത്രണമാണ്. ഇനിയിപ്പോ എവിടെയും കൊടിയിറങ്ങി പോലീസ് വരും, എല്ലാവരെയും മാറ്റും. ആവേശത്തിന്റെ കൊടിയിറക്കും. നമ്മൾ മിണ്ടരുത്. അതെ, അതാണ് കുട്ടിക്കലാശം കഴിഞ്ഞു. ആവേശത്തിന്റെ കൊടിയിറക്കും. ഷാഫി പറമ്പിലേക്ക് നമ്മളിനി കാണുന്നില്ല അല്ലേ? നമ്മളിനി ആരെയും കാണുന്നില്ല. കുട്ടിക്കലാശത്തിന്റെ സമയം കഴിഞ്ഞപ്പോൾ 6 മണി കഴിഞ്ഞ് 6 സെക്കൻഡായി കഴിഞ്ഞു. അതെ. ഇനി മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അനുസരിച്ച് നമ്മൾ മിണ്ടില്ല. ഈ കാര്യം നമ്മൾ മിണ്ടില്ല. ദൃശ്യങ്ങൾ കണ്ടാലും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കും. ഇനി നമുക്ക് വാർത്തകളുടെ സംപ്രേഷണം ആരംഭിക്കാൻ സമയമാകുന്നു. വളരെ മണിക്കൂറുകൾ നീണ്ടുപോയ കുട്ടിക്കലാശത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ആവേശം അലകടലായി മാറി. എന്തായാലും അഷ്മി നല്ലൊരു എക്സർസൈസ് ആയിരുന്നു കലാശം. എനിക്ക് ലാസ്റ്റില് എനിക്കൊരു ചെറിയ ഇതുണ്ടായിരുന്നു. സുരേഷ് ഗോപി ഡാൻസ് കണ്ടപ്പോൾ 2 സ്റ്റെപ്പ് വിജയമാണ് തോന്നിയില്ല. കൗണ്ടിങ് എന്തായിരിക്കും അതെ. നമ്മൾ മാത്രമല്ല അത് നമ്മുടെ റിഹേഴ്സൽ ആയിരുന്നു അല്ലേ? നമ്മുടെ വെറും ട്രെയിലറാണ്. കൊടിയിറങ്ങി നാളെ നിശബ്ദ പ്രചരണം. മറ്റന്നാൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകണം. എല്ലാവരും വോട്ട് ചെയ്യണം. വലിയൊരു ജനാധിപത്യ അവകാശമാണ്. ഇത് വലിയൊരു ഉത്സവമാണ്.